അതായത് ഇത് 2023 ജൂണിൽ ഇദ്ദേഹം കോടതിയെ സമീപിച്ചതാണ്, കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതാണ്. കാരണം അതിനു മുമ്പുള്ള മാർച്ച് മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തെ വിട്ടുപോകുന്നത്. അതിനുശേഷം ആ ഡ്രൈവറുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കേസുണ്ട്. ഇതിനെല്ലാം തുടർന്ന് ഈ ഡ്രൈവർ വളരെ ഇദ്ദേഹത്തിൻ്റെ ഫോണും ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും എല്ലാമായിട്ട് ഈ പ്രജ്വൽ രേവണ്ണയുമായിട്ടുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് ഇപ്പോൾ ഗ്യാഗ് ഓർഡർ വാങ്ങിക്കുകയും 89 അതായത് 86 സ്ഥാപനങ്ങളും മീഡിയ ഹൗസുകളും 3 വ്യക്തികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ വാങ്ങിച്ചു. ഇപ്പോൾ കർണാടകയിൽ അത്തരം കാര്യത്തിലൊരു കുപ്രസിദ്ധമാണ്. ഇപ്പോൾ ന്യൂസ് മിനിറ്റൊക്കെ അവരുടെ ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അവർക്കുള്ള ഗ്യാഗ് ഓർഡറുകൾ ധാരാളമായിട്ട് വരിക, രാഷ്ട്രീയക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓർഡർ കിട്ടുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഏതായാലും ഈ ഓർഡർ ലഭിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരിയിൽ, അതായത് ഇലക്ഷന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, അവിടെ ഹസനിൽ നേരത്തെ നിന്ന് തോറ്റ BJPയുടെ നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ഈ ദേവരാജ ഹെഗ്ഡെ എന്ന് പറയുന്ന ആള് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനും മുതിർന്ന BL സന്തോഷം അടക്കമുള്ള ആൾക്കാർക്ക് കത്തയച്ചതാണ്. ഇയാളുടെ ഈ പറയുന്ന മുഴുവൻ രേഖകളും സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോടുകൂടി. അത് കാരണം തന്നെ BJPക്ക് ഇതിലുള്ള അറിവുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിന്ന് അവർക്ക് എന്തായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പം UPയിലായാലും നമ്മൾ ഖത്രാസ് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടിട്ടുള്ളതാണ്, ജമ്മുവിലെ സംഭവങ്ങൾ കണ്ടാണ്, കഥുവയിലെ സംഭവങ്ങൾ, അതേപോലെ എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കുസ്തി താരങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിനെ കുറിച്ച്, ഉത്തർപ്രദേശ് രാജ്യത്തെ തന്നെ ഒരു റേപ്പ് ക്യാപിറ്റലായിട്ട് മാറുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ധാരാളം പെൺകുട്ടികൾക്ക് നേരെ ഈ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള വലിയ ഒരു പ്രതിസ്ഥാനത്ത് വരുന്നു. രാഷ്ട്രീയ നേതാക്കളും വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന ഠാക്കൂർമാർ എന്ന് പറയുന്ന ഈ യോഗി ആദിത്യനാഥിൻ്റെ വിഭാഗത്തിൽ തന്നെ പെട്ട രജ്പുത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരികയും എല്ലാം ചെയ്തിട്ടുള്ള പല കേസുകളിലും ഇവർ രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവം തുടർച്ചയായിട്ടുണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഈ നാരീശക്തി എന്ന് പറയുന്നത് അത്തരം ഒരു കാര്യങ്ങൾ പലപ്പോഴും യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ വലിയ കാര്യമായിട്ട് പ്രതിഫലനം ഉണ്ടാക്കാത്ത മുദ്രാവാക്യങ്ങളാണ്. കുറേ കൂടി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയും ചെയ്തു. കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ബീഹാറിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, ഈ മോഡി മാജിക്കിൻ്റെ പുറത്തല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് കാര്യമായിട്ട് അതിൻ്റെ ഒരു പ്രചരണം മുന്നോട്ട് പോകുന്നത്. പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വലിയൊരു ചർച്ചയായിട്ട് മാറും. പ്രത്യേകിച്ച് നോർത്ത് കർണാടകയിൽ ആണ് ഇനിയുള്ള ഫേസിൽ കർണാടകയിൽ ഇലക്ഷൻ നടക്കാനിരിക്കുന്നത്. ഈ മഹാരാഷ്ട്രയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. വളരെയധികം ഒരു പിന്നോക്ക ജാതിക്കാരും ഇതേപോലെ ദേവഗൗഡയുടെ തന്നെ വിഭാഗമായിട്ടുള്ള ഒക്കലിക സമുദായത്തിൻ്റെ പ്രസൻസും ഓരോ മണ്ഡലത്തിൽ ഏതാണ്ടൊരു 15,000-20,000 വോട്ടുകളോളം ഒക്കലിക സമുദായത്തിൻ്റെ എല്ലാം ഉള്ളതാണ്. ഈ സമുദായത്തിൻ്റെ ഇടയിലും അതേപോലെ തന്നെ മറ്റ് സമുദായത്തുകളുടെ ഇടയിലും വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഈ പ്രശ്നങ്ങൾ ഇടയാക്കും എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് യൂട്യൂബ് ചാനലുകളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമങ്ങളുടെ ഒരു ഇടപെടലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള പ്രാദേശിക ഭാഷകളുള്ള യൂട്യൂബ് ചാനലുകൾ പലതും ഈ കേസിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും തുടക്കം മുതൽ ഉള്ളത് സമാഹരിച്ചിട്ടുണ്ട്. അവർ തുടർച്ചയായിട്ട് ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യധാര മാധ്യമങ്ങളുടെ വായ്മൂടി കെട്ടിക്കൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരാതെ സൂക്ഷിച്ച കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഇപ്പോൾ അത്രമാത്രം ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു പ്രതിസന്ധി BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഈ അടുത്ത ഫേസുകളിൽ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചർച്ചയായിട്ട് മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഷാദി.